നമ്മുടെ ചില സ്ഥിരം പ്രേക്ഷകരുടെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തിയ തൃശൂർ യാത്ര ചുരുക്കത്തിൽ അവതരിപ്പിക്കുകയാണ്. 2023 ഒക്ടോബറിൽ നടത്തിയ യാത്രയുടെ സമ്മറിയാണിത്. ഏകദേശം ഒരു 300-350 കിലോമീറ്റർ ദൂരം 3 ദിവസം കൊണ്ട് ബൈക്കിൽ സഞ്ചരിച്ച് നടത്തിയ ട്രിപ്പാണിത്. 8-9 മാസം കഴിഞ്ഞതിനാൽ പലതിനും മാറ്റങ്ങൾ വന്നു കാണാമെങ്കിലും ഞങ്ങളെപ്പോലെ സഞ്ചരിക്കാനാണ് പ്ലാനെങ്കിൽ 3 ദിവസത്തേക്ക് മാക്സിമം 2500 രൂപ മതിയാവും. ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രമേശ് ആൻഡ് സുരേഷ് വ്ലോഗ്സിന്റെ പുത്തൻ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. വെളുപ്പിന് 4 മണിയോടെ മാവേലിക്കരയിൽ നിന്ന് പുറപ്പെട്ട് 10 മണിയോടെ ഞങ്ങളുടെ ട്രിപ്പിന്റെ ആദ്യ സ്പോട്ടിൽ എത്തിച്ചേർന്നു. പുഴയുടെയും കടലിന്റെയും സംഗമസ്ഥാനമായ അഴിമുഖത്തിന് പേരുകേട്ട ചാവക്കാട് ബീച്ച്. ഞങ്ങൾ അന്നിവിടെ വരാൻ കാരണം കേരളത്തിൽ 2ാമതോ മറ്റോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അവതരിപ്പിച്ചത് ഇവിടെയായിരുന്നു. ഒരാൾക്ക് 120 രൂപ നിരക്കിൽ വളരെ ആകാംക്ഷയോടെ അതിൽ കയറി കടലിലേക്ക് നീണ്ടുകിടക്കുന്ന ആ പൊങ്ങുപാലത്തിലൂടെ അവിടുത്തെ ജോലിക്കാരുടെ അകമ്പടിയോടെ ഓളത്തിന്റെ രീതിക്കനുസരിച്ച് ചാടിയും തുള്ളിയും നടന്ന് അങ്ങേ തലക്കിലെത്തി. അവിടെ നിന്നാണെങ്കിൽ ഒരു കിടിലൻ സ്പീഡ് ബോട്ട് റൈഡ്. അലറിയടിക്കുന്ന കടൽ തിരമാലകൾക്കിടയിൽ കൂടെ ചീറിപ്പാഞ്ഞു നടന്നും ഇടയ്ക്ക് നിർത്തി സെൽഫികളെടുത്തും ആദ്യ തൃശൂർ യാത്രയുടെ ആദ്യ സ്പോട്ട് കളർഫുള്ളായി ഐശ്വര്യപൂർണമായി തീർന്നു. ഏകദേശം ഉച്ചവരെ അവിടെ ചെലവഴിച്ചിട്ട് വെയിലിന്റെ ആധിക്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പിന്നീടെത്തിയത് പുന്നത്തൂർ ആനക്കോട്ടയിലേക്കാണ്. ഗുരുവായൂരിനടുത്ത് കോട്ടപ്പടി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയതെന്ന് പേരുകേട്ട ആന വളർത്തൽ കേന്ദ്രം. ഒരു കാലത്ത് രാജകൊട്ടാരമായിരുന്ന നാലുകെട്ടിനു ചുറ്റും ഇപ്പോൾ 40-ലധികം ഗജകേസരികളുടെ സുഖവാസമാണ്. 25 രൂപ പ്രവേശന ഫീസ് അടച്ചിട്ട് ഈ ആനകളുടെ കുസൃതികൾ നിറഞ്ഞു നിൽക്കുന്ന മരങ്ങൾക്കിടയിലെ തണലത്തുകൂടി സഞ്ചരിച്ചുകൊണ്ട് സുരക്ഷിതമായി കാണാൻ പറ്റിയ ഒരിടമാണ്. ആനകളെ കിടത്തി തേച്ചു കുളിപ്പിക്കുന്നതും കുളി കഴിഞ്ഞുള്ള അതിന്റെ ഗമയിലുള്ള നടന്നുവരവും ഒക്കെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. യാത്രാക്ഷീണം കാരണം അന്നത്തെ യാത്ര അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്ലാൻ പടി 2-3 ആഴ്ചകൾക്ക് മുമ്പ് ബുക്ക് ചെയ്ത തൃശൂർ PWD റെസ്റ്റ് ഹൗസിലാണ് രാത്രി താമസം. തൃശൂർ സെൻട്രലിൽ തന്നെയുള്ള വലിയ റെസ്റ്റ് ഹൗസ് ആണ്. അതോടൊപ്പം വലിയ VIP-കളും അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും പോലീസ് പ്രൊട്ടക്ഷനും. 600 രൂപ നിരക്കിൽ ഡബിൾ ബെഡുള്ള ഒരു ഫാമിലി റൂമാണ് എടുത്തത്. അതായത് ഒരാൾക്ക് ഒരു ദിവസത്തേക്ക് 300 രൂപ. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ല വൃത്തിയുള്ള മുറി, നല്ല സഹകരണമുള്ള ജോലിക്കാർ. അങ്ങനെ അടുത്ത ദിവസത്തെ യാത്രകളെക്കുറിച്ചുള്ള കൂലങ്കഷമായ ചർച്ചകൾക്കൊടുവിൽ രാത്രി അത്താഴത്തിന് ശേഷം കിടക്കയിലേക്ക്. പിറ്റേ ദിവസം വെളുപ്പിന് എണ്ണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. എന്തായാലും 9 മണിയോടെ 2ാം ദിന യാത്രയ്ക്ക് പോവുകയാണ്. തിരക്കേറിയ തെരുവിലൂടെ സഞ്ചരിച്ചെത്തിയത് തൃശൂർ സംസ്ഥാന മൃഗശാലയിലേക്കാണ്. പക്ഷികൾ മുതൽ ശൗര്യമേറിയ വൈൽഡ് ആനിമൽസ് വരെ, ചാടിച്ചാടി നടക്കുന്ന പച്ചിലപ്പാമ്പ് മുതൽ രാജവമ്പാല വരെ, കാട്ടുപോത്ത്, കടുവ, കലമാൻ, പുള്ളിപ്പുലി, പുള്ളിമാൻ, ഒട്ടകപ്പക്ഷി, മയില്, കുയില്, കുറുക്കൻ, ചെന്നായ, ഹിപ്പപ്പൊട്ടാമസ്, അങ്ങനെ ഒരു നീണ്ട നിര. സിംഹം കിടന്നുറങ്ങുമായതുകൊണ്ട് അതിനെ ഒഴിച്ച് ബാക്കി എല്ലാ എണ്ണത്തിനെയും വയർ നിറച്ചു കണ്ടു. വെറും 20 രൂപ പ്രവേശന നിരക്കിൽ. കണ്ടാലും തീരാത്തത്രയ്ക്കുമുള്ള കാഴ്ചയിൽ നിന്ന് പിന്നെ പോയത് തൃശൂരിലെ ശക്തൻ നഗർ ആകാശപാത കാണാനാണ്. നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ശക്തൻ നഗറിൽ സംഗമിക്കുന്ന 4 പ്രധാന റോഡുകളെ ബന്ധിപ്പിച്ച് എളുപ്പത്തിലും സുരക്ഷിതമായും റോഡ് മുറിച്ചു കടക്കാനായി കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെയും തൃശൂർ കോർപ്പറേഷന്റെയും ചെലവിൽ വൃത്താകൃതിയിൽ പണികഴിപ്പിച്ചിരിക്കുന്ന ഒരു ഭീമൻ ആകാശ നടപ്പാത. സോളാർ സംവിധാനവും 4 റോഡുകളെ ബന്ധിപ്പിക്കുന്ന പടികളും ലിഫ്റ്റുകളും. ഇപ്പോൾ അതിന്റെ 2ാം ഘട്ട പണിയുടെ ഭാഗമായി ഫുൾ ഗ്ലാസ് ക്ലാഡിംഗ് കവർ കൂടി വന്നിരിക്കുകയാണ്. AC കൂടി ഉണ്ടാകുമെന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ ഉണ്ടോന്ന് അറിയത്തില്ല. അറിയാവുന്നവർ താഴെ കമന്റ് ചെയ്യണേ. അതിൽ നിന്നും കാണുന്ന നടുക്കുള്ള ആ തോട്ടത്തിന്റെ കാഴ്ച, പിന്നെ മാർക്കറ്റ്, 4 വശത്തു നിന്നും ഒഴുകി വരുന്ന വാഹനങ്ങൾ എന്നിവയുടെ കാഴ്ചയിൽ നിന്നും വണ്ടി വിടുവാണ്. പിന്നെ ഞങ്ങൾ പോയത് തൃശൂർ നഗരത്തിലായി സ്ഥിതി ചെയ്യുന്ന ഒരു ടൗൺഷിപ്പിലേക്കാണ്. 55 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മോഡേൺ സിറ്റി, അതാണ് ശോഭ സിറ്റി. സെൻട്രലൈസ്ഡ് AC-യുടെ സുഖത്തിൽ എസ്കലേറ്ററിൽ കറങ്ങി നടക്കാനും കയ്യിലിരിക്കുന്ന ഗാന്ധിയുടെ ബലത്തിൽ ഷോപ്പിംഗ് നടത്താനും കൊതിക്കനുസരിച്ച് ഫുഡ് കോർട്ടിൽ പോയിരുന്ന് വയർ നിറയ്ക്കാനും സിനിമ കാണാനും ഒക്കെയായിട്ട് ഒരു ബ്രഹ്മാണ്ഡ മോൾ. അതിന്റെ പിറകിലായിട്ട് 6.5 ഏക്കറോളം വലുപ്പത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ലേക്ക്. അതിന്റെ കരയിൽ തണൽ മരങ്ങൾ, മരച്ചുവട്ടിൽ ഇരിക്കാൻ പടികളും, മറുകരക്കരെ ഹെലിപ്പാഡ് വരെയുള്ള ബഹുനില കെട്ടിടങ്ങളും താഴെ നിരന്നിരിക്കുന്ന വില്ലകളും എല്ലാം കൂടി കാണുമ്പോൾ ഇത് കേരളം തന്നെയാണോ എന്ന് ചോദിക്കാത്തവർ ചുരുക്കമാണ്. അങ്ങനെ അവിടെ മണിക്കൂറുകൾ ചിലവഴിച്ച് മുറിയിലെത്തി ഞങ്ങൾ തൃശൂർ രാത്രി കാഴ്ചകൾ കാണാനായി ഇറങ്ങി. രാത്രിയിലെ ലൈറ്റ് നിറഞ്ഞ റോഡിന്റെ കാഴ്ചകളും
കടകളും തിരക്കും ഒക്കെ കാണാനായി രാത്രി 10 മണിക്കൊരു ബൈക്ക് യാത്ര. രാത്രി 10 മണിയായിട്ടും സിറ്റിയിൽ വലിയ തിരക്കുറവൊന്നുമില്ല. ആകാശപാതയിലൂടെ നടന്നും അവിടെ നിന്നുള്ള കാഴ്ചകൾ ഒപ്പിയെടുത്തുമുള്ള നിമിഷങ്ങൾ. ഇപ്പോഴും ചില പച്ചക്കറി കടകളും ഒക്കെ ഉണ്ട്. 1 മണിക്കൂറോളം അങ്ങനെ ചിലവഴിച്ചിട്ട് തിരികെ പോകും വഴിക്ക് തട്ടുകടയിൽ നിന്നും ആഹാരവും വാങ്ങി മുറിയിൽ പോയിരുന്ന് കഴിച്ചിട്ട് കിടക്കയിലേക്ക്. ഇന്നത്തോടെ ഈ യാത്ര കഴിയുകയാണ് എന്ന ബോധ്യത്തിൽ ഞങ്ങൾ നേരെ ദേശീയപാത 544-ൽ പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിക്കും തൃശൂർ ജില്ലയിലെ മണ്ണുത്തിക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന കുതിരാൻ തുരങ്കം കാണാനായിട്ട് പോയി. കുതിരാൻ തുരങ്കത്തിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ദീർഘമേറിയ യാത്ര. കുതിരാൻ മലയെ തുരന്നുകൊണ്ടുള്ള തുരങ്കമുഖം ഉൾപ്പെടെ 1 കിലോമീറ്റർ ദൂരമുള്ള തമ്മിൽ 20 മീറ്റർ അകലമുള്ള ട്വിൻ ടണൽസ്. തുരങ്കത്തിനുള്ളിൽ കൂടി 2 അടിയന്തര ക്രോസ് ഓവറുകളുണ്ട്. സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ കാണുന്ന ഓരോ സ്ഥലങ്ങളുടെയും വിശാലമായ വീഡിയോകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കാണേണ്ടവർ ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്തായാലും ഞങ്ങൾ നേരെ പാലക്കാടിന് പോകാതെ തിരിഞ്ഞു പോരുന്നു. പാലക്കാടിന് പിന്നെ പോകാം. തിരിഞ്ഞു പോരുന്നത് പീച്ചി ഡാം കാണാനാണ്. മണലിപ്പുഴയുടെ കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പീച്ചി അണക്കെട്ട്. 20ഓ 25ഓ നിരക്കിൽ ഡാം കാണാൻ ടിക്കറ്റ് എടുത്ത് കയറാം. ഡാമിന് പുറത്തുള്ള പാലത്തിലൂടെ നടക്കാം. വിദൂരത്തിലുള്ള പുഴയുടെ കാഴ്ചകൾ കാണാം. വെള്ളം അഴിച്ചുവിടാത്ത സമയത്ത് സ്പിൽവേയിലൂടെ ചാടുന്ന വെള്ളം കാണാം. താഴേക്ക് ദീർഘമായി പടികളിറങ്ങി പാർക്കിലൂടെ നടക്കാം. മനോഹരമായ മരച്ചൂട്ടിലിരുന്ന് ഊഞ്ഞാലാടാം. വളരെ ഉയരത്തിലുള്ള 2ലധികം നിലകൾ ഉള്ള നിരീക്ഷണ ഗോപുരത്തിൽ കയറാം. പിന്നെ ആ ദേശം മൊത്തം കാണാം. വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റും വനമേഖലയുമെല്ലാം. പിന്നെ ഗാർഡൻ ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട്, ഇരുന്ന് വിശ്രമിക്കാനുള്ള ബെഞ്ചുകളുണ്ട്, വട്ടം കൂടിയിരിക്കാനുള്ള ചെറിയ ഗോപുരങ്ങളുണ്ട്. ഇതെല്ലാം കണ്ട് നടന്നൊരു പരുവുപോയി. പിന്നെ ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ കാട് തെളിച്ച് ഒരു സ്പോട്ടിലേക്ക് ഒരു യാത്ര കൂടി. 3/4 കിലോമീറ്ററോളം ഒരാൾ പൊക്കത്തിലുള്ള പോച്ചക്കാട്ടിനുള്ളിൽ കൂടെ ഒരു തിരച്ചിൽ. ഒടുക്കമെത്തിയത് ഒരപ്പൻകെട്ട് വെള്ളച്ചാട്ടത്തിൽ. ഇവൻ മറഞ്ഞിരിക്കുന്നൊരു മാണിക്യമാണ് രാജമാണിക്യം. ആദ്യം മണലിപ്പുഴയ്ക്ക് കുറുകെയുള്ള ചെക്ക് ഡാമിലാണ് സമയം ചെലവഴിച്ചത്. അതിനുശേഷം അവിടെ നിന്ന് വീണ്ടും മുമ്പോട്ട് പോയി വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ച. പീച്ചി വനത്തിന് കീഴിലാണ് ഒരപ്പൻകെട്ട് വെള്ളച്ചാട്ടം. എന്നാൽ ഇത്രയും മനോഹരമായ സ്ഥലത്ത് ഒളിച്ചിരിക്കുന്ന മരണത്തിന്റെ ഭീകര കരങ്ങളുണ്ട്. വേറെ ആരെയും അവിടെ കാണാത്തതിനാലും പരിചയമില്ലാത്ത വെള്ളമായതിനാലും ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങിയില്ല. എന്നാൽ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു യുവാവ് അവിടെ കയത്തിൽപ്പെട്ട് മരിച്ചിരുന്നു. അത് കാരണം കളക്ടർ ആ സ്ഥലത്തേക്കുള്ള പ്രവേശനം നിരോധിച്ചു. അത് കാരണമായിരിക്കും ഒരുപക്ഷെ കാട് പിടിച്ചു പോയത്. എന്നാൽ ഞങ്ങൾ അവിടെ അങ്ങനെ ഒരു ബോർഡുകളോ ഒന്നും കണ്ടില്ല. 1-2 മണിക്കൂറോളം അതിന്റെ കരയിലിരുന്നും കുറച്ചുനേരം വെള്ളത്തിൽ കാലിട്ടിരുന്നും ഒക്കെ ആ സ്ഥലം ആസ്വദിച്ച് അങ്ങനെ പ്ലാൻ പ്രകാരം ഈ ട്രിപ്പിന്റെ അവസാന സ്ഥലവും കണ്ടു കഴിഞ്ഞു. ഞങ്ങൾ തിരികെയുള്ള യാത്രയിലാണ്. ഇനിയും കാഴ്ചകൾ അനേകം തൃശ്ശൂരിൽ കാണാനുണ്ട്. അതൊക്കെ കാണാൻ വേണ്ടി വീണ്ടും വരാമെന്ന പ്രതീക്ഷയോടെ പോകുന്നു. 100-200 കിലോമീറ്ററിനടുത്ത് യാത്ര ചെയ്ത് രാത്രിയോടെയെങ്കിലും വീട്ടിലെത്തണം. ഞങ്ങളുടെ സഞ്ചാരം തുടരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യൂ. അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.